നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഫാൻ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിന്റെ മുഖ്യപ്രതി തന്നെയാണ്. അഫാൻ മാത്രമാണ് 6 കൊലപാതകങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും 5 കൊലപാതകങ്ങൾക്കും ഉത്തരവാദി അഫാൻ തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഈ ഘട്ടത്തിൽ ഏക ദൃക്സാക്ഷിയും ഏക അവശേഷിക്കുന്ന ഇരയുമായിട്ടുള്ള അഫാന്റെ ഉമ്മ ഷെമിയുടെ ആരോഗ്യനില, ഷെമിയുടെ മനോനില എല്ലാത്തിനെയും കുറിച്ച് നോക്കുമ്പോൾ ദയനീയ അവസ്ഥയെന്ന് പറയേണ്ടി വരും. ഷെമി എന്ന ഈ ഉമ്മ സത്യത്തിൽ ഒരു ഉമ്മ ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ സ്നേഹം കൂടുതൽ കൊണ്ടാണോ തന്റെ മക്കൾ ഇത്രയും നാളും അനുഭവിച്ച ആ സാമ്പത്തികപരമായി അനുഭവിച്ച ജീവിത ശൈലി, ആ ശൈലിയിൽ നിന്നും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കടത്തിനുമേൽ കടമെടുത്ത് അവർ ഇത്രയും നാളും എന്താണോ അനുഭവിച്ചത് ആ അനുഭവം തന്നെ, അല്ലെങ്കിൽ ആ ജീവിത ശൈലി തന്നെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്തു കൂട്ടിയ ഇതിനെല്ലാമുള്ള ഒരു അനുഭവം കൂടിയാണ് ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഈ അഫ്വാന്റെ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഉദാഹരണം തന്നെയാണ്. ഇല്ലാത്തത് ഉണ്ടെന്ന പുറത്ത് കാണിച്ച്, ആഡംബരം കാണിച്ച്, വരവറിയാതെ ചിലവ് നടത്തി, ഒരു വരവും 3 ചിലവും ഒക്കെ നടത്തി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഈ പല ഇൻഫ്ലുവൻസർമാരുടെ ജീവിതവും അതേപടി പകർത്താൻ ശ്രമിക്കുന്ന, പല സാധനങ്ങളും ഓൺലൈൻ വഴി വാങ്ങിക്കൂട്ടുന്ന, EMI എടുത്ത് കടം കയറുന്ന, ജോലി ചെയ്യുന്നതും ശമ്പളം വാങ്ങുന്നതും EMI മാത്രം അടയ്ക്കാനായി ഭാവി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. സത്യത്തിൽ അഫാന്റെ കുടുംബം നമുക്കൊക്കെ തന്നെ ഒരു ഉദാഹരണമാണ്. എങ്ങനെ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അഫാന്റെ കുടുംബത്തിൽ നിന്നുള്ള ഓരോ കഥകളും നമ്മളെ കാണിക്കുന്നത്. അന്നന്ന് ജീവിക്കാനുള്ള വകയുണ്ടെങ്കിൽ നന്ന്, ഇല്ലാത്തത് ഉണ്ടെന്ന് കാണിക്കാൻ അവിടെന്നും ഇവിടെന്നും കടമെടുത്ത് ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. വിവാഹം നടത്തുവാനും പെൺകുട്ടികളെ പഠിപ്പിക്കുവാനും ഒക്കെ തന്നെ ഇല്ലാത്ത കടം മറിച്ചുകൊണ്ട് അച്ഛനും അമ്മയും കുട്ടികളെ പഠിപ്പിച്ച് അവർ പല വഴിയിലൂടെ പോയി അച്ഛനും അമ്മയും പിന്നെ ജീവിത അവസാനം വരെ ആ ലോൺ അടയ്ക്കാൻ ഇല്ലാത്ത കഷ്ടപ്പാടുകൾ പെട്ട് ജീവിതം തള്ളി നിൽക്കേണ്ട സാഹചര്യം. ഷെമി എന്ന ഈ ഉമ്മ ഇല്ലാത്ത പണത്തെ ഉണ്ടെന്ന് കാട്ടി തീർക്കാൻ, തങ്ങൾ പണക്കാരാണ്, തങ്ങൾക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല, സാമ്പത്തികപരമായി ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിച്ച് ആ നിലയിൽ വളർത്തി. എന്നാൽ ഒരു ബുദ്ധിമുട്ട് അറിയിച്ചു വളർത്തിയിരുന്നുവെങ്കിൽ അഫ്വാൻ എന്ന ഈ കുട്ടി ഒരു കാരണവശാലും ഇങ്ങനെയായി പോകില്ല എന്നാണ് പലരും പറയുന്നത് എന്നുള്ളതാണ്. ഷെമിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും മനോനില ആകെ താളം തെറ്റിയ അവസ്ഥയിലാണ്. ഇളയ മകന്റെ മരണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിലുപരി തന്റെ മകനാണ് ഇത് ചെയ്തത്, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തന്റെ മൂത്ത മകൻ അഫ്വാനാണ് ഇത് ചെയ്തത് എന്നുള്ള സത്യം, അതൊരു കാരണവശാലും, അത് സത്യമാണെന്ന് അറിയാമെങ്കിൽ പോലും ഒരു കാരണവശാലും അത് വിശ്വസിക്കാൻ തയ്യാറാകാത്ത ഒരു ഉമ്മയായി മാറിയിരിക്കുകയാണ് ഷെമി. എന്റെ ഉമ്മ, ചേട്ടൻ, മോൻ എല്ലാവരും നഷ്ടപ്പെട്ടു, ഇനി ഞാൻ നാട്ടിലേക്ക് ഇല്ല, അങ്ങോട്ട് വരേണ്ട എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഷെമിയുടെ അവസ്ഥ വളരെ മോശമാണ്. അവർക്കിനി നല്ല സപ്പോർട്ട് വേണം. ഞങ്ങൾക്ക് ഇതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കാൻ ആവില്ല. കൊച്ചുമോൻ മരിച്ചെന്ന് അവൾക്കറിയാം. മക്കൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. ആവശ്യത്തിനുള്ള പണം എല്ലാം ഞാൻ അയച്ചു കൊടുത്തിരുന്നു. 15 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ഞാൻ കടമെടുത്തിരുന്നു. അഫാൻ വഴിതെറ്റിയെന്ന് കരുതിയില്ല. ഉള്ളിലഞ്ഞ വിങ്ങി പൊട്ടുകയായിരുന്നു സത്യത്തിൽ ഈ കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് റഹീം. സത്യത്തിൽ റഹീമിനും റഹീമിന്റെ ഭാര്യയ്ക്കും ആശുപത്രി വിട്ട് പോകാനായി ഒരിടമില്ലായിരുന്നു. അതിനെ തുടർന്നാണ് ഒരു അന്തേവാസികൾ കഴിയുന്ന ഒരു കെയർ ഹോമിലേക്ക് ഈ ഷെമിയെ മാറ്റേണ്ട ഒരു ഗതികേടിലേക്ക് സത്യത്തിൽ റഹീമിന് വന്നു ചേർന്ന്, അല്ലെങ്കിൽ എത്തിച്ചേർന്നത്. റഹീമിന് ഇനി റഹീമിന്റെ കുടുംബ വീട്ടിലേക്കോ ബന്ധുക്കളുടെ അരികിലേക്കോ ഒന്നും തന്നെ പോകാൻ സാധിക്കുകയില്ല. പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല റഹീമിന്. പലരുടെയും കുത്തുവാക്കുകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നില്ല. പലരും ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞും നിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് ചങ്കു പിടയാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് റഹീമിന് ഉള്ളത്. സത്യത്തിൽ ഷെമിയുടെ മനോനില തെറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഷെമിക്ക് നല്ല പിന്തുണ വേണം. കാരണം താനാണ് എല്ലാത്തിനും കാരണക്കാരി എന്ന് സത്യത്തിൽ ഷെമിക്കും ബോധ്യമുണ്ട്. അതായത് കുഞ്ഞിലെ മുതലേ തന്നെ ഒരു ഘട്ടത്തിൽ സാമ്പത്തികപരമായി തന്നെ ഇടിവ് സംഭവിച്ച, തങ്ങളുടെ കുടുംബത്തിന് ഇടിവ് സംഭവിച്ച ഘട്ടം മുതൽ തന്നെ ഒന്ന് പിടിച്ച് ചെലവാക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ തന്റെ വരവറിഞ്ഞ് ചെലവാക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ സത്യത്തിൽ ഷെമിക്ക് തോന്നുന്നുണ്ടാകാം. ഒരുപക്ഷെ അതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അഫാൻ എത്തില്ല എന്ന് ഷെമിക്ക് തോന്നിയിട്ടുണ്ടാകാം. അതെല്ലാം കൊണ്ടുകൂടിയാണ് ഷെമിയുടെ മനോനില തെറ്റുന്ന അവസ്ഥ, താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്.
ഈ ഘട്ടത്തിൽ സത്യത്തിൽ ഈ കൂട്ടക്കൊല കേസ് പ്രതി അഫ്ഫാന്റെ പിതാവ് റഹീം വല്ലാത്തൊരു അവസ്ഥ, മാനസിക അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ റഹീമിന്റെ താമസിച്ചാൽ റഹീമിന്റെ ഈ കുടുംബവും ഒക്കെ തന്നെ താമസിച്ചിരുന്ന ഈ വലിയ വീട്ടിലേക്ക് അഫ്ഫാൻ എത്തുകയാണ്. തെളിവെടുപ്പ് നടത്താനായി അഫ്ഫാനെ എത്തിക്കും. 3-ാം ഘട്ട തെളിവെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 3-ാം ഘട്ട തെളിവെടുപ്പിൽ അഫ്ഫാൻ ചില കാര്യങ്ങൾ, നിർണായക കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാവുകയാണ്. അഫ്ഫാന്റെ മൊബൈൽ ഫോണിൽ സത്യത്തിൽ മറ്റ് ആപ്പുകളൊന്നും തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഒരു പബ്ജി ഗെയിം മാത്രമാണ് അഫ്ഫാൻ നിരന്തരം കളിച്ചുകൊണ്ടേയിരുന്നത് എന്ന് റഹീം പറഞ്ഞിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഫോറൻസിക് പരിശോധനയിൽ നിന്നും വ്യക്തമായത് ഈ കടം കൊടുക്കാനുള്ള ആളുകളുടെ ലിസ്റ്റ് വിവരങ്ങളൊക്കെ തന്നെ ഈ ഷെമി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതുവരെയും തങ്ങൾക്ക് ഇത്ര രൂപ കടം തരാനുണ്ട്, ഇത്രയും പൈസ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും തന്നെ തങ്ങളെ സമീപിച്ചിരുന്നില്ല എന്നാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന്, ലഹരി ഉപയോഗങ്ങൾ ഒന്നും തന്നെ നിലവിൽ ഈ കുട്ടി ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളത് കൂടിയാണ്. സൗഹൃദങ്ങൾ ഒന്നും തന്നെ പൊതുവെ സൂക്ഷിക്കാത്ത, കുടുംബം, സ്കൂള് വിട്ടാൽ വീട്, വീട് വിട്ടാൽ സ്കൂള്, അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്ന അഫ്ഫാന് എങ്ങനെയാണ് ഇത്രയും ക്രൂരമായി ചിന്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, തെളിവെടുപ്പിന് വരുമ്പോൾ അഫ്ഫാന്റെ സംസാരം കേൾക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അഫ്ഫാൻ വിശദീകരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടുകൂടി എല്ലാ കാര്യങ്ങളും പറയുന്ന, ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്ന അഫ്ഫാനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, തന്റെ ഒരു കാരണവശാലും ഈ മണിക്കൂറിലൊക്കെ തന്നെ യാത്ര ചെയ്യുമ്പോൾ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും ഈ വല്ലിപ്പാന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, വല്ലിപ്പാടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ അനുജൻ കുഴിമന്തി വാങ്ങിക്കാനായി പറഞ്ഞു വിടുമ്പോൾ ഒന്നും തന്നെ ഒരിക്കൽ പോലും ഈ ഒരു ചിന്ത മറച്ചു ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഷെമി അല്ലാതെ തന്നെ ആരോഗ്യപരമായി ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ ഷെമി നടത്തിയിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നുവെങ്കിൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്ന നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് പിതാവിന്റെ സഹോദരനോട് അത്തരത്തിൽ വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്നുള്ളതാണ്. അതായത് സ്വന്തം സഹോദരന്റെ മക്കളും ഭാര്യയും ഇത്തരത്തിൽ ഈ ദൂർത്തടിക്കുകയും ദൂർത്തിന്മേൽ ദൂർത്തടിക്കുകയും അത് പൈസയൊന്നും തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പലരും ലത്തീഫിനെ വിളിച്ച് പണം ചോദിക്കുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇനിയെങ്കിലും ഇത് നിർത്താൻ വേണ്ടി, ഇനിയെങ്കിലും ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി നിരന്തരം ഇത് കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. പക്ഷെ ആളുകൾ ഒക്കെ തന്നെ ചെയ്യാം, പക്ഷെ ആരും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല, കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ നമ്മുടെ നാട് കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവരോടൊക്കെ തന്നെ വൈരാഗ്യം തോന്നിയിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ലത്തീഫിന്റെ വീട്ടിൽ തെളിവെടുപ്പിനായി അഫ്ഫാൻ എത്തിയപ്പോൾ അഫ്ഫാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അടിച്ചു കൊന്നിട്ടും, അതായത് തലയോട്ടി പുലർത്തി അടിച്ചു കൊന്നിട്ടും എനിക്ക് ആ വൈരാഗ്യം തീർന്നില്ല, അതുകൊണ്ടാണ് മൊബൈൽ ഫോണും ചാവിയും കാറിന്റെ ചാവിയും ഒക്കെ തന്നെ എടുത്തെറിഞ്ഞത് എന്നാണ് അഫ്ഫാൻ പറയുന്നത്. അതായത് പെട്ടെന്ന് ആരെങ്കിലും കയറി വീട്ടിലേക്ക് വന്നാലും ആ വീട്ടിലെ കാർ ഉപയോഗിച്ച് ഈ ലത്തീഫിനെയും ഭാര്യയും ഒന്നും തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അത്തരത്തിൽ കാറിന്റെയും മൊബൈൽ ഫോണും ഒക്കെ തന്നെ കാറിന്റെ താക്കോലും മൊബൈൽ ഫോണും ഒക്കെ തന്നെ വലിച്ചെറിഞ്ഞത്. ഇടതേ കൈ കൊണ്ട് വലിച്ചെറിഞ്ഞത് കൊണ്ട് തന്നെ അധികം ദൂരേക്ക് പോകാൻ സാധ്യതയില്ല സാറേ എന്ന തെളിവെടുപ്പിനിടയിൽ ബോംബ് സ്ക്വാഡ് വന്ന ഈ താക്കോൽ എവിടെയെന്ന് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ ബോംബ് സ്ക്വാഡിനോട് അഫ്ഫാൻ പറയുകയുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് കോടതിയിൽ അഫ്ഫാനെ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് ഇപ്പോൾ 3-ാം ഘട്ട തെളിവെടുപ്പിനായി വെഞ്ഞാറമൂട് പോലീസ് വാങ്ങിയിരിക്കുന്നത് അഫ്ഫാനെ. എന്തായാലും വെഞ്ഞാറമൂട്ടിലേക്ക് പോകാനായി ഇപ്പോൾ തൽക്കാലം റഹീമിനെ സാധിക്കുകയില്ല. എന്താണ് ആരൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് അറിയില്ല. ഇനി സമ്പാദിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള ചോദ്യമാണ് റഹീം ചോദിക്കുന്നത്. എനിക്ക് ഇനി പൈപ്പ് വെള്ളം കുടിച്ചു കിടന്നാലും എനിക്കിനി സമ്പാദിക്കുവാനോ എനിക്കിനി പണം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അപ്പോഴും ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമല്ലാതെ തുടരുകയാണ്. ഷെമി സത്യം പറയേണ്ടതുണ്ട്. ഷെമി സത്യം പറഞ്ഞാൽ മാത്രമേ ഈ കേസ് കൂടുതൽ ശക്തമാവുകയുള്ളൂ. ഈ റഹീം പറഞ്ഞ പോലെ തന്നെ അവൻ എന്റെ മകനാണ്, പക്ഷെ അവൻ ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കണമെന്ന് റഹീം പറഞ്ഞതുപോലെ തന്നെ ശിക്ഷ അനുഭവിക്കണമെങ്കിൽ ഷെമി ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുക്കേണ്ടതുണ്ട്. വ്യക്തമായ കാര്യങ്ങൾ പറയേണ്ട ഒരു അവസ്ഥയിൽ കൂടിയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്.